ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെനു. ഇന്നത്തെ നമ്മുടെ മെനുവിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. എഗ് മസാല ഫ്രൈ ആണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എഗ് മസാല ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബോയിൽഡ് എഗ്സ്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, പെപ്പർ, സോൾട്ട് ആൻഡ് കറി ലീവ്സ്. നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് കറിവേപ്പിലയുടെ കൂടെ വേണമെങ്കിൽ കടുകും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പക്ഷേ തൽക്കാലം ഇപ്പം കടുക് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കടുകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കടുക് എണ്ണയിലേക്കിടാം. അത് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് കറിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കറിവേപ്പില ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, പെപ്പർ, സോൾട്ട് ഇത്രയൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൗഡേഴ്സ്, അതായത് മസാല പൗഡേഴ്സ് മാത്രമാണ് ഇപ്പം എണ്ണയിലിട്ടിട്ടുള്ളത്. അപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം വളരെ ലോയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട ഞാൻ നടുവേ മുറിച്ച് 2 ഹാഫായി ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഞാനിപ്പം ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുട്ട നമുക്ക് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ മസാലയെല്ലാം മുട്ടയിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരാൻ വേണ്ടിയാണ്. ഏകദേശം ഒത്തിരി സമയം വേണ്ടി വരത്തില്ല. ഒരു 1-2 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം നല്ലൊരു കോട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മുട്ടയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് പൊട്ടിപ്പോകാതെ പയ്യെ വളരെ സൂക്ഷിച്ച് നമുക്കതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം നമ്മുടെ മുട്ടയിൽ ആ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ലൊരു ഗോൾഡൻ ഒരു റെഡ് കളറിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡും ഒന്ന് കുറച്ചൊന്ന് ഒത്തിരി ഒന്നും ഫ്രൈ ഒന്നും ആവേണ്ട, ജസ്റ്റ് ഒരു കളർ ചേഞ്ച് അതൊന്ന് ആ സൈഡും മസാലയിലൊന്ന് നന്നായിട്ട് കോട്ടാവുന്നിടം വരെ നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ മുട്ടയിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് അത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള എഗ് മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടതാണ് എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്തെടുത്തതെന്ന്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന മസാലകളും എഗ്ഗും ഉപയോഗിച്ചാണ് ഞാൻ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെയുള്ള കമൻറ്റ്സിൽ എഴുതി എന്നെ അറിയിക്കുക. I hope you all love this video. Please do like, share and subscribe to my channel to see more delicious recipes from Meenu'sMenu.